എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഗോഡസ് ടാരോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ അടുത്ത നീക്കം എന്താണ്, അങ്ങനെ ഒരു റീഡിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു വ്യക്തിയെ കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു റീഡിങ്ങിൻ്റെ പോസിറ്റീവ് എനർജിയുമായി കണക്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും പോസിറ്റീവ് എനർജി കമൻറ്റ് ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിലെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളുടെ മനസ്സിലുള്ള പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കമാണ് അടുത്തതായി ഉണ്ടാകാൻ പോകുന്നത്. എന്ത് നീക്കമാണ് ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പോകുന്നത്. 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോടത് എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ ക്ലാരിഫിക്കേഷൻ നോക്കാം. എന്താണ് അടുത്ത നീക്കം? യെസ്, ആ ഒരു വ്യക്തി ഇപ്പോൾ വളരെ കൺഫ്യൂഷനിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് എന്ത് പ്രതികരണമായിരിക്കും ഉണ്ടാകുന്നത്, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങളിൽ നിന്ന് ഒരു മറുപടി അവർക്ക് ലഭിക്കുമോ, അതല്ല ഈ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ആ വ്യക്തിയെ റിയൽ ആയിട്ടുള്ള സ്നേഹം, അവരുടെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അവരെ വിലക്കുന്നതായിട്ട്, അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് അവരുടെ അടുത്ത നീക്കം? ഇവിടെ 10 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്നേഹം 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ധാരാളം ഒരുപാട് സ്നേഹം ആ ഒരു വ്യക്തി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലായ്പ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ മനസ്സിൽ, ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളതായിട്ടും ആ ഒരു സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കണമെന്നുള്ള തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത് അവർ ഇതുവരെ ഇവിടെ ആശങ്കയിലായിരുന്നു. അവരുടെ ഉള്ളിലുള്ള ഇഷ്ടം നിങ്ങളോട് പ്രകടിപ്പിച്ചാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ ആ ഒരു വ്യക്തിയിലുണ്ടായിരുന്നു. എങ്കിൽ ഇവിടെ കാണുന്നത് 10 ഓഫ് പെൻറ്റക്കിൾ എനർജിയിലൂടെ ആ വ്യക്തി അവരിലുള്ള സംശയങ്ങളും ഭയവും ഒക്കെ മാറ്റി നിങ്ങളിലേക്ക് അവർ പൂർണ്ണമായിട്ടും വരുന്നതായിട്ടാണ്, നിങ്ങളോട് അവർ മനസ്സ് തുറക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. കൂടുതൽ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുമായിട്ടാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തതായി അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ഈ ഒരു പോസിറ്റീവ് എനർജി ഹാപ്പി റിയൂണിയൻ എന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്ത് അട്രാക്റ്റ് ചെയ്യൂ. കൂടുതൽ റീഡിങ്ങിനായിട്ട് ഗോഡസ് ടാരോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.